പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് കാണില്ല, ഉറപ്പാണ്. നമുക്കൊരു ഇൻ്റർവ്യൂ വരെ നമുക്ക് കാണാം, അതിന് ശേഷം കാണാൻ പറ്റില്ല. വളരെ ഒരു ഇതാണ്, ഡാർക്ക് തന്നെ, ഭയങ്കര പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരു KGF ഒന്നും പറയാൻ പറ്റില്ല. ഇത് അങ്ങനത്തെ നോക്കണ്ട, ഇതൊരു ഗ്യാങ് വാർ പോലെ റിവെഞ്ചാണ്. പക്ഷേ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൂട്ടലായിട്ടുണ്ട്, ഭയങ്കര രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ലേഡീസ് കാണില്ല, ഉറപ്പാണ്. പറയാൻ വാക്കുകളില്ല, അത്ര എക്സ്ട്രീം ലെവലാണ്. മലയാളത്തിലെ KGF തന്നെ പറയാം. സൂപ്പർ 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 വയലൻസിന്റെ എക്സ്ട്രീം ലെവൽ. സഹിക്കാൻ തയ്യാറുള്ളവർ മാത്രം തിയേറ്ററിൽ വന്നാൽ മതി. അത്രമാത്രം ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പൊളി, ഒന്നും പറയാനില്ല. പൊളി പൊളി എന്ന് വെച്ചാൽ സമാജ സ്റ്റാർസ് എന്ന് പറഞ്ഞൊക്കെ കളിയാക്കിയിരുന്നതിൽ, പക്ഷെ അതൊന്നും അല്ല, വേറെ ലെവൽ. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പറയാനൊന്നുമില്ല, വാക്കുകളില്ല. വേറെ ലെവൽ പടമായിരുന്നു. ആക്ഷൻ ഫുൾ വയലൻസ് ആണ്. ഫാമിലി എല്ലാം അങ്ങനെ പടം എന്തായാലും പൊളിച്ചു. ഉണ്ണിമോൻ തന്നെ എല്ലാം ചെയ്ത് വെച്ചത്. എന്തായാലും ക്രിസ്മസ് ഉണ്ണിമോൻ കൊണ്ടുപോയി. ഫൈറ്റ് സീക്വൻസ് ഒരു രക്ഷയില്ല. വേറെ എടുത്ത് പറയാനുള്ള മേക്കിംഗ് ഒക്കെ എഡിറ്റിംഗ് ഒരു രക്ഷയില്ല. ചെയ്ത് ഫൈറ്റിംഗ് സീക്വൻസാണ് മെയിൻ ആയിട്ടുള്ള ഇത് പറയാനുള്ളത്. പിന്നെ ഒന്നും പറയണ്ട, എന്തായാലും പടം എന്തായാലും കൊണ്ടുപോയി. തിയേറ്ററിൽ ഒരു വൈബിലിരുന്ന് കാണാം. പിന്നെ തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് അല്ല വേറെ ഒന്നിലും കിട്ടൂല. വയലന്റ് പടം നമ്മളെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വയലൻസ് ഇത്രയും നല്ല ഡെപ്തി കാണിച്ച ഒരു പടം ഇതാണ്. ഇത് കില്ലും അനിമലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ടോ? വയലൻസ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് കിടിലോട്. വയലൻസ് പൊളിയാണ്, ഒരേ പൊളി. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫില്. പിന്നെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ടീം പറഞ്ഞ പോലെ തന്നെ പിള്ളേരെ ഒന്ന് കാണാതിരിക്കണല്ലോ, നല്ല വയലൻസ് ഉണ്ട്. സെക്കൻഡ് പ്രതീക്ഷ ആരും പോകരുത്, അതേ പറയാനുള്ളൂ. പടങ്ങളുള്ള ഫസ്റ്റ് ഹാഫ് ഈ പറയും പോലെ നമുക്ക് കുറച്ച് ഒരു തൃപ്തി കിട്ടൂല. സെക്കൻഡ് ഹാഫ് പക്ഷേ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് രോമാഞ്ചം തരുന്ന രീതിയിൽ നല്ല രീതിയിൽ പടം എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലെ വയലൻസ് ഒരു രക്ഷയില്ല. അനിമൽ എന്നൊരു പറയുന്നൊരു മൂവി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ വെല്ലുന്ന രീതിക്ക് വയലൻസ് വെച്ചിട്ട് അഡ്വർടൈസ് ചെയ്ത് എന്താണോ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈപ്പിനൊത്തുള്ളതുണ്ട്, ആ വയലൻസ് അതിനൊത്തുള്ള സാധനമുണ്ട്. പടം എന്തുകൊണ്ടും കണ്ടിരിക്കാൻ തിയേറ്റർ വാച്ചിന് മനഃശക്തി ഉള്ളവർ മാത്രം കാണുക. അനിമൽ അല്ല, അനിമലിന്റെ വാപ്പയാണ്. കിട്ടില്ല പടം അല്ല ഒരിക്കലും അല്ല. നമുക്ക് പയ്യന്മാർക്കൊന്ന് കാണാം. കിടിലം പടമായിരിക്കും, മസ്റ്റ് വാച്ചിങ് ആയിരിക്കും. ക്രിസ്മസ് കൊണ്ടുപോയി പടം. കൊച്ചു പിള്ളേരെയൊന്നും കൊണ്ടുപോകല്ലേ, കണ്ട് വെറുത്ത ഒന്നും പറയാനില്ല. ഹനീഫ് അതിന് മറുപടി കൊടുത്ത്, മറുപടി കൊടുത്ത്. ചോരക്കളി വയലൻസിന്റെ അങ്ങേയറ്റം. ഇനി ഒന്നും പറയാനില്ല. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഒരു ചോരക്കളി കണ്ടിട്ടില്ല. മലയാളത്തിന്റെ ജോൺ വിക്ക് എന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഒരു KGF എടുത്ത് വെച്ചേക്കണ് മലയാളത്തില്. ഓരോ സിനിമയ്ക്കും ഓരോ ജോണേഴ്സ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുക സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആക്ഷൻ റേറ്റഡ് ആയിട്ട് മൂവിയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു മെന്റാലിറ്റിയിൽ അങ്ങനെ കണ്ടുവന്നാൽ ഇഷ്ടപ്പെടും. അടിപൊളി. സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കണം, മസ്റ്റ്. അടി തന്നെയാണ്. ഫുൾ ഇടിയാണ്. വയലൻസ്, കട്ട വയലൻസ് ആണ്. ബ്ലഡ്, പ്യൂർ വയലൻസ് മാത്രമേ ഉള്ളൂ. ബ്ലഡ് ഷെഡ് തന്നെയാണ് ഇവർ പറഞ്ഞ പോലെ. അത്രേ ഉള്ളൂ. മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ കാണുള്ളൂ. ഇത് ഫാമിലി ഓഡിയൻസിനെ കണ്ടിരിക്കാൻ പറ്റില്ല. സിനിമ കൊള്ളായിരുന്നു, നല്ല വയലൻസ് ആണ്. ഫാമിലി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ കണ്ടിരിക്കാൻ പറ്റും. വയലൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് വലിയ വയലൻസ് ഇല്ല, സെക്കൻഡ് ഹാഫ് ആണ് കുറച്ച് വയലൻസ് ഉള്ളത്. എങ്ങനെയുണ്ട് മേക്കിംഗ് നൈസ് ആണ്, അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കിടില മേക്കിംഗ് ആണ് പടം. BG നൈസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിന്റെ ഉള്ള BG അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, സൂപ്പർ കടം. എന്താണ് എടുത്ത് പറയാൻ? വയലൻസ്, ഫൈറ്റ് ഒക്കെ സൂപ്പർ ആയിട്ട് കൊള്ളാം. ക്യാമറ വെക്കല്ല അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. ഉണ്ണിമൂന്ന് എങ്ങനെയുണ്ട്? വയലൻസ് കട്ട വയലൻസ്. ഉണ്ണിമുന്ത് കിട്ടില്ല, കിട്ടില്ല.